പ്രിയ പ്രേക്ഷകരെ, സങ്കല്പിച്ചു നോക്കൂ, കൊച്ചിയിലെയോ ബാംഗ്ലൂരുവിലെയോ കടുത്ത ട്രാഫിക് ബ്ലോക്കിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന്. പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഒരു വിമാനം പോലെ തോന്നിക്കുന്ന ഒരു ടാക്സി ആകാശത്തേക്ക് ഉയരുകയാണ്. നിമിഷങ്ങൾക്കകം അത് ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നു പോകുന്നു. ഇതൊരു ഹോളിവുഡ് സിനിമയുടെ സീനല്ല. വരാനിരിക്കുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കാലയളവിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നഗരങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വിപ്ലവമാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെയും ഗതാഗത സംവിധാനത്തെയും ഒരുപോലെ ഞെട്ടിക്കാൻ പോകുന്ന ആ വമ്പൻ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. റിലയൻസിന്റെ ജിയോ ബിപിയും നോയിഡ ആസ്ഥാനമായുള്ള വി ജൈത്ര എയർ മൊബിലിറ്റിയും കൈകോർക്കുന്നു. എന്താണ് ഈ ഡീൽ? എങ്ങനെയാണ് ഇത് ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നത്? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വി ജൈത്ര എയർ മൊബിലിറ്റി എന്ന കമ്പനി ഇന്ത്യയിലെ എയർ ടാക്സി രംഗത്തെ വിപ്ലവകാരികളാണ്. ഇവർ ഇപ്പോൾ കൈകോർത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിലെ വമ്പന്മാരായ ജിയോ ബിപിയുമായാണ്. ഇത് വെറും ഒരു കരാറല്ല, മറിച്ച് ഇന്ത്യയുടെ ആകാശപാതകൾ മാറ്റിമറിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. ഇലക്ട്രിക് വിമാനങ്ങൾക്കും ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന എയർ ടാക്സികൾക്കും വേണ്ടിയുള്ള വമ്പൻ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിലുടനീളം നിർമ്മിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അതായത് വരാനിരിക്കുന്ന കാലത്ത് പെട്രോൾ പമ്പുകൾ പോലെ തന്നെ നമുക്ക് ആകാശ ടാക്സികൾ ചാർജ് ചെയ്യാനുള്ള വെർട്ടി പോർട്ടുകൾ, അതെ, ഈ വെർട്ടി പോർട്ടുകൾ ഇനി റോഡരികിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ്. ഇവിടെയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. വി ജൈത്ര വികസിപ്പിക്കുന്നത് eVTOL, ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനങ്ങളാണ്. അതായത് ഹെലികോപ്റ്ററിനെ പോലെ ലംബമായി ഉയരാനും താഴാനും ഇതിന് സാധിക്കും. ഇതിനായി പ്രത്യേകം റൺവേയുടെ ആവശ്യമില്ല. നഗരങ്ങൾക്കുള്ളിലെ ചെറിയ യാത്രകൾക്കായി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ടാക്സികൾ, ഗ്രീൻ ഹൈഡ്രജൻ, ഇതാണ് ഈ ഡീലിന്റെ ഹൈലൈറ്റ്. നഗരങ്ങൾക്കുള്ളിലെ ചെറിയ യാത്രകൾക്കായി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ടാക്സികൾ, അതെ, ഇതാണ് ഈ ഡീലിന്റെ ഹൈലൈറ്റ്. ദൂരസ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾക്കായി ഇവർ ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കുമെന്നതാണ്. ഇതിലൂടെ വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. അതും പരിസ്ഥിതിക്ക് ഒട്ടും ദോഷം ചെയ്യാതെ തന്നെ. സീറോ എമിഷൻ എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയെ ഗ്രീൻ എനർജിയുടെ ആഗോള ഹബ്ബാക്കി മാറ്റാനുള്ള പ്രധാനമന്ത്രിയുടെ ദർശനത്തിന് ലഭിച്ച വലിയൊരു പിന്തുണ തന്നെയാണ് ഇത്. എയർ ടാക്സി ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അത് ചാർജ് ചെയ്യാനും ഇന്ധനം നിറയ്ക്കാനും സൗകര്യം വേണ്ടേ? അവിടെയാണ് ജിയോ ബിപി തങ്ങളുടെ കരുത്തു കാണിക്കുന്നത്. ഇന്ത്യയിലുടനീളം അവർക്കുള്ള വലിയ ഫ്യൂവൽ സ്റ്റേഷൻ നെറ്റ്വർക്കുകൾ ഇതിനായി അവർ ഉപയോഗിക്കുമെന്നതാണ്. നമ്മുടെ നിലവിലുള്ള പെട്രോൾ പമ്പുകളോട് ചേർന്ന് തന്നെ വെർട്ടി പോർട്ടുകൾ വരും എന്നതാണ്. വിമാനങ്ങൾ അവിടെ വന്നിറങ്ങുന്നു, ചാർജ് ചെയ്യുന്നു, വീണ്ടും പറക്കുന്നു. ഇത് ഇന്ത്യയുടെ ഗതാഗത സൗകര്യങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നതിൽ സംശയമില്ല. ഡ്രോൺ ടാക്സികൾക്കും മെഡിക്കൽ ഇവാക്യുവേഷൻ ആവശ്യങ്ങൾക്കും ഇത് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഇത് വെറും ഒരു ബിസിനസ് വാർത്തയല്ല. വായു മലിനീകരണവും ട്രാഫിക് കുരുക്കും കൊണ്ട് വീർപ്പുമുട്ടുന്ന ഡൽഹി, മുംബൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങൾക്ക് ഇതൊരു വലിയ ആശ്വാസം തന്നെയായിരിക്കും. പ്രതിരോധ മേഖലയിൽ പോലും ഇത്തരം ഹൈഡ്രജൻ വിമാനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ചൈനയും അമേരിക്കയും പരീക്ഷിക്കുന്ന ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ നമ്മുടെ മണ്ണിൽ നമ്മുടെ സ്വന്തം കമ്പനികൾ വികസിപ്പിക്കുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സഖ്യം മാറുമെന്നതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് നഗരത്തിലാണ് ആദ്യമായി ഇത്തരം എയർ ടാക്സികൾ വരേണ്ടത്? താഴെ കമന്റ് ചെയ്യണം കേട്ടോ. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.